ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സീസൺ മികച്ച രൂപത്തിൽ തന്നെ അവസാനിപ്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു. 8ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. തുടക്കത്തിലെ 1-2 മത്സരങ്ങൾ വിജയിച്ചിരുന്നുവെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കിരീട പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ സീസണിന്റെ തുടക്കത്തിൽ നടത്തിയ മോശം പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി മാറിയിട്ടുള്ളത്. ഏതായാലും ഈ സീസണിലെ ക്ലബിന്റെ പുരസ്കാരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിക്കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 പുരസ്കാരങ്ങളാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അതിൽ ഒന്നാമത്തേത് റിസർവ് പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡ് സ്വന്തമാക്കാൻ അൽസാബിത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറാണ് അൽസാബിത്ത്. അദ്ദേഹമാണ് ഈ സീസണിലെ റിസർവ് പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റെസിലിയന്റ് പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡ് 2 താരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ശ്രീകുട്ടനും ഡാനിഷ് ഫറൂഖുമാണ് ആ അവാർഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് ശാരീരികമായി നല്ല ശേഷിയുള്ള, ഫിസിക്കലി നല്ല കരുത്ത് കാണിച്ച താരങ്ങൾക്കുള്ള പുരസ്കാരമാണ് ഇത്. അതാണ് ശ്രീകുട്ടനും ഡാനിഷ് ഫറൂഖും സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡ് സ്വന്തമാക്കാൻ എബിൻ ദാസിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള ഒരു പുരസ്കാരമാണ് അത്. എബിൻ ദാസ് 5 അസിസ്റ്റുകൾ നേടിക്കൊണ്ട് തിളങ്ങിയിരുന്നു. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം സ്വന്തമാക്കിയത് കെവിൻ യോക്കാണ്. മികച്ച പ്രകടനമാണ് കെവിൻ യോക്ക് ഈ സീസണിൽ ഉടനീളം പുറത്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. അതേസമയം ഫ്രാഞ്ചുവിന് ഒരു പുരസ്കാരമുണ്ട്. അതായത് ആരാധകരുടെ പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡ് ഫ്രാഞ്ചു ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആരാധകരുടെ ഒരു പ്രിയപ്പെട്ട താരമായിക്കൊണ്ട് മാറാൻ ഫ്രാഞ്ചുവിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയത് വിക്ടർ ബെർത്തോമു ആണ്. 4 ഗോളുകൾ നേടിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിലെ ഗോൾഡൻ ബൂട്ട് അദ്ദേഹം സ്വന്തമാക്കിയത്. ഇങ്ങനെയൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനകത്തെ പുരസ്കാരങ്ങൾ വരുന്നത്. ഫ്രാഞ്ചു, കെവിൻ യോക്ക്, വിക്ടർ ബെർത്തോമു എന്നിവരൊക്കെ തിളങ്ങിയ ഒരു സീസണാണ് ഇത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.